ഈ ദേവദാസികൾ പണ്ട് എല്ലാ ലോകത്തും ഉണ്ടായിരുന്നു, ഇന്ത്യയിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഇത്രയും പരിഷ്കരിച്ച് വന്ന ശേഷവും നിലമ്പൂരിലും ഇപ്പോൾ ഒരു ദേവദാസി കുന്ന് ശേഷിക്കുന്നുണ്ട്. നമ്മുടെ ബോംബെ പോലുള്ള നഗരങ്ങളിൽ വേശ്യയുടെ തെരുക്കളിൽ നിന്ന് ശേഷിക്കുന്നുണ്ട്. ദേവദാസി വർഗം എവിടെയും ഉണ്ടായിരുന്നു. റോമിലുണ്ടായിരുന്നു, ഗ്രീസിലുണ്ടായിരുന്നു. കൊരിന്തവരുടെ കുത്തഴിഞ്ഞ വേദിയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യം എന്ന് പറയുന്നത് മുഴുവനും നമ്മുടെ നമ്പൂതിരിമാരെന്ന മൂരി കുട്ടന്മാരുണ്ടല്ലോ, അവർ വെണ്ണയും തൈരും നെയ്യും ഒക്കെ കൂട്ടിക്കുഴച്ച് ചോറുമുണ്ട് ഉദരം തടവി ഉദിച്ചു വന്നതായ ലൈംഗിക വികാര ആഭാസതയിൽ എഴുതി വെച്ച തേവിടിശ്ശി കഥകളാണ്. ക്ഷമിക്കണം, ആ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അന്നത്തെ അത്തരത്തിലുള്ള സാഹിത്യമാണ് മലയാളത്തിന് അവർ സമ്മാനിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അന്നത്തെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന കഥകളെന്ന് പറയും ഉണ്ണിദേവി, ചിരിദേവി ചരിതം, ഇത്തരത്തിലുള്ള ദേവദാസികളെ വർണ്ണിക്കുന്നതാണ് ആ കാലഘട്ടത്തിലെ സാഹിത്യം. അങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു. എഫസോസിൽ, അങ്ങനെ ഫിലിപ്പിയിൽ ആ ദേവദാസി ഗണത്തിൽപ്പെട്ട ഒരുത്തിയാണ് ഇവൻ. ആ ഗണത്തിൽപ്പെട്ട ഇവളെക്കുറിച്ച് അടുത്ത വാക്യം കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. ഈ ദേവദാസികൾ എവിടെ താമസിച്ചാലും ഒരു കാര്യമുണ്ട്, സാധാരണ ആളുകളോട് അവർ ബന്ധം പുലർത്തുകയില്ല. ഉയർന്ന തരത്തിൽപ്പെട്ട രാജാക്കന്മാർ, സൈന്യാധിപന്മാർ, വലിയ വലിയ കച്ചവടക്കാർ, കായിക താരങ്ങൾ, ഇവരോട് മാത്രം ബന്ധം പുലർത്തുകയും വമ്പിച്ച ഫീസ് ഈടാക്കുകയും ചെയ്തു. ഇങ്ങനെ വമ്പിച്ച ഫീസ് ഈടാക്കിയാൽ ഒരു വിഹിതം അവർ ഏതൊരു ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആ ക്ഷേത്രത്തിന് കൊടുക്കണം. ഒരു വിഹിതം രാജാവിൻ്റെ ഖജനാവിലേക്ക് പോകണം. അത് വളരെ പ്രാചീനമായ ആചാരമായതുകൊണ്ടാണ് ബൈബിളിലെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് വേശ്യയുടെ കൂലി ദൈവാലയ ഭണ്ഡാരത്തിൽ വരാൻ പാടില്ല. ഇത് പ്രാചീനമായ ഒരു ആചാരത്തിൻ്റെ അവശേഷമാണ്. അത് കഴിഞ്ഞ് കുറേ കൂടെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു വിഹിതം ഇവർക്കെടുക്കാം. അങ്ങനെ 3ആയി വീതിക്കുക. ഇപ്പോൾ ഈ വാക്യത്തിൻ്റെ ഭാഗം വായിച്ചാൽ അവിടെ ഇരിക്കുന്നത് ഇവൾ ഈ വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന ഈ വനിതയിൽ ഒരു മാറ്റം ഉണ്ടായപ്പോൾ ഈ തൊഴിൽ നിർത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് യജമാനന്മാരുടെ ആശ വൈപ്പോയികയാൽ, അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിക്കോ. അതുകൊണ്ട് യജമാനന്മാരുടെ ആശ വൈപ്പോയികയാൽ അവിടെ യജമാനന്മാരുടെ ആശ വൈപ്പോയി എന്ന് പറഞ്ഞാൽ വേശ്യയെ വെച്ച് കാശാക്കുന്ന ആശാന്മാരുടെ കാശുണ്ടാക്കാനുള്ള ആശ വൈപ്പോയതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അവിടെ വന്നപ്പോൾ ഈ പരിവർത്തനം വരുത്തുന്നത് കൊണ്ട് കോപാവേശം കൊണ്ട് ഇവർ ഇപ്പോൾ അധികാരി വൃന്ദത്തിന് അടുക്കൽ ചെന്ന് ആവലാതി ബോധിക്കുകയാണ്. ഇവർ പറയുന്നത് എങ്ങനെയാണ്, അവിടെ റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും പാടില്ലാത്ത കാര്യങ്ങളെ പ്രസംഗിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്നാണ് പരാതി. ഈ പരാതി എന്ന് പറയുന്നത് ഇന്നുള്ളതാണ്. ഇന്നും ഇന്ത്യയിലും ഇതാണ് ഈ പരാതി ഉള്ളത്, ഇവിടെയും അതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത ആചാരങ്ങൾ നിനക്ക് എന്തൊക്കെ അംഗീകരിക്കാം, റോമാക്കാരായി നിങ്ങൾക്ക് എന്തെല്ലാം അംഗീകരിക്കാം, വേശ്യ വെച്ച് കാശാക്കാം, ഏറ്റവും ഹീനമായ കർമ്മങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ റോമേ എന്ന ദേവിയെ ആരാധിക്കാം, ജൂപ്പിറ്റർ എന്ന ദേവനെ ആരാധിക്കാം, എല്ലാം മ്ലേച്ഛകർമ്മങ്ങളും ആരാധിക്കാം. അതെല്ലാം നിനക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും പറ്റിയതായ കാര്യങ്ങളാണ്. എന്നാൽ അവയ്ക്കെല്ലാം എതിരായിട്ട് സാന്മാർഗികമായ ധാർമ്മികമായ ആധ്യാത്മികമായ മൂല്യമുറ്റ സുവിശേഷമാണ്